ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് റംസാൻ ഈസ്റ്റർ ചന്തകൾ തുടങ്ങി. എല്ലാ ജില്ലകളിലും സപ്ലൈകോ റംസാൻ വിഷു ഈസ്റ്റർ ഫെയറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. റംസാൻ ഈസ്റ്റർ ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മറ്റ് ജില്ലകളിലും ബുധനാഴ്ച തുടങ്ങും. ഞായറാഴ്ച വരെ ചന്തകൾ പ്രവർത്തിക്കും. ഈ വർഷത്തെ വിഷു ഈസ്റ്റർ ഫെയർ ഏപ്രിൽ 10 മുതൽ 19 വരെയാണ് നടക്കുക. 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ 40-ൽ അധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും റംസാൻ ഫെയറിൽ ലഭിക്കും. ശബരി ഉൽപ്പന്നങ്ങൾക്കും 30 വരെ വിലക്കുറവുണ്ട്. എല്ലാ ജില്ലകളിലെയും സപ്ലൈകോയുടെ പ്രധാന വിൽപ്പനശാലയാണ് റംസാൻ ഫെയർ ആക്കി മാറ്റുക. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേക റംസാൻ ഫെയറുകളും സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ 100 ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി NABH അംഗീകാരം. ഇതോടെ ആകെ 250 ആയുഷ് സ്ഥാപനങ്ങൾക്കാണ് ദേശീയ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ബോർഡിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലെ 61 ആയുർവേദ ഡിസ്പെൻസറികൾക്കും ഒരു സിദ്ധ ഡിസ്പെൻസറിക്കും ഹോമിയോപ്പതി വകുപ്പിലെ 38 ഡിസ്പെൻസറികൾക്കുമാണ് NABH അംഗീകാരം. ആദ്യഘട്ടത്തിൽ 150 സർക്കാർ ആയുഷ് സ്ഥാപനങ്ങൾക്ക് അംഗീകാരം ലഭിച്ചിരുന്നു. ഇതോടെ ആയുഷ് ആരോഗ്യ സേവന രംഗത്ത് മികച്ച ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സാധിക്കും. മാത്രമല്ല, സംസ്ഥാനത്തെ ആരോഗ്യ ടൂറിസം രംഗത്തിന് ഇത് മുതൽക്കൂട്ടാകും. ആരോഗ്യ സ്ഥാപനങ്ങൾ വിവിധ ഗുണമേന്മ മാനദണ്ഡങ്ങൾ കൈവരിക്കുന്നതിന്റെ പൊതു അംഗീകാരമാണ് NABH. അടിസ്ഥാന സൗകര്യ വികസനം, രോഗി സൗഹൃദം, രോഗി സുരക്ഷ, ഔഷധ ഗുണമേന്മ, അണുബാധ നിയന്ത്രണം എന്നിവ ഉൾപ്പെടെയുള്ള സേവന നിലവാരങ്ങളുടെ വിലയിരുത്തലുകളെ തുടർന്നാണ് NABH അംഗീകാരം ലഭ്യമായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. SSLC പരീക്ഷ ബുധനാഴ്ച അവസാനിക്കും. കുട്ടികളെ നിരീക്ഷിക്കാൻ പ്രത്യേക നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. കുട്ടികൾ തമ്മിലുള്ള അനിഷ്ട സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്താൻ പ്രിൻസിപ്പൽമാർക്കും പ്രധാനാധ്യാപകർക്കും നിർദ്ദേശം നൽകി. പല സ്കൂളുകളും കേന്ദ്രീകരിച്ച വിദ്യാർത്ഥികൾക്ക് ലഹരിമരുന്ന് വിതരണം ചെയ്യുന്നുണ്ടെന്ന സൂചനയെ തുടർന്ന് പ്രത്യേക നിരീക്ഷണം നടത്താൻ പോലീസിന് നിർദ്ദേശമുണ്ട്. സ്കൂളിൽ കയറാത്ത കുട്ടികളുടെയും പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ കുട്ടികളുടെയും പട്ടിക വിദ്യാഭ്യാസ വകുപ്പ് വഴി പോലീസിന് കൈമാറിയിരുന്നു. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ പലരും ആക്രമണത്തിന് മുതിരുന്നതിനാലാണ് കുട്ടികളെ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയത്. +1 ഇംപ്രൂവ്മെന്റും +2 പരീക്ഷകളും ബുധനാഴ്ച അവസാനിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ പ്രൊഫസർ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. 2025 മാർച്ച് 28 രാവിലെ 11 സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിലാണ് വാക്ക്-ഇൻ ഇന്റർവ്യൂ നടക്കുക. സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, കൊമേഴ്സ് ഭാഷകൾ എന്നിവയിൽ ഏതിലെങ്കിലും PG ഉൾപ്പെടെ UGC നിഷ്കർഷിച്ചിരിക്കുന്ന യോഗ്യതകൾ നേടിയവർക്ക് അപേക്ഷിക്കാം. ഏതെങ്കിലും അംഗീകൃത ടീച്ചർ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ നിന്നും 10 വർഷത്തെ അധ്യാപന പരിചയം നേടിയവർക്ക് പ്രൊഫസറായും 8 വർഷത്തെ അധ്യാപന പരിചയം നേടിയവർക്ക് അസോസിയേറ്റ് പ്രൊഫസറായും അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയും സഹിതം മാർച്ച് 28 രാവിലെ 10:30 സർവകലാശാലയിൽ ഹാജരാകണം.